കിസാൻ മേള സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ കിസാൻ മേളയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിൽ കെ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനേഷ് കുമാർ KV സ്വാഗതം പറഞ്ഞു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന SP പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് കർഷകർക്കുള്ള സെമിനാറും വിളകളുടെയും യന്ത്രങ്ങളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. പഴയന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ഒരു കിസാൻ മേള സെമിനാറും അതുപോലെ ഒരു കാർഷിക പ്രദർശനവും അവയുടെ വിൽപ്പന മേളയൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതി നമുക്കറിയാം, ഒരു 2020-21 കാലഘട്ടം മുതൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ജൈവ കൃഷി അല്ലെങ്കിൽ നാച്ചുറൽ ഫാമിംഗ് വിവിധ ഘടകങ്ങളിലായി പല സമയങ്ങളിലായി നമ്മൾക്ക് പല കൃഷിഭവനങ്ങളിലായിട്ട് അനുവർത്തിച്ചു വരികയാണ്. ആ ഒരു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു മേളയും നമ്മൾ സംഘടിപ്പിക്കുന്നത്. കാരണം കൃഷിയുടെ വിവിധ മേഖലകളെ പറ്റി അതിൻ്റെ എത്രത്തോളം ആഴത്തിൽ അറിവ് നേടിയവരാണ് ഈ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ കാണുന്നത് വിവിധ തലങ്ങളിൽ, കൃഷിയിൽ മാത്രമല്ല, അധ്യാപനത്തിൽ, ബാങ്ക് ഓഫീസർമാരായും മറ്റു മേഖലകളിലും കഴിവ് തെളിയിച്ച് വിരമിച്ചതിന് ശേഷം കൃഷിയിലിറങ്ങി ആ കൃഷിയെ എങ്ങനെ ഏറ്റവും വിജയപ്രദമാക്കാം എന്ന് നടത്തി കാണിച്ചവരാണ് ഈ മുന്നിലിരിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളവരുണ്ട്. രാജു നാരായണ സ്വാമിയെ പോലുള്ള ദീർഘകാലമായി കൃഷിയിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ഒരു ജനങ്ങൾക്ക് ഹാനികരമാകുന്ന ഒരു തരത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കാതെ തന്നെ ജൈവ കൃഷി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് തെളിവ് അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചവരാണ് ഈ മുന്നിലിരിക്കുന്നത്. അവർ വിവിധ മേഖലകളിലായി തിരിഞ്ഞ് ഇന്ന് കുടുംബശ്രീയുടെ കൂടി അല്ലെങ്കിൽ വിവിധ കൃഷി വകുപ്പുകളുടെ കൃഷി ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ 6 പഞ്ചായത്തിൽ നിന്നുള്ള കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വിവിധ സ്റ്റാളുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ആ സ്റ്റാളുകളിലൊക്കെ നമ്മളുടെ ഈ ജൈവ കൃഷികളുണ്ട്. കൃഷിക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങൾ, നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗകരമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സ്റ്റാളുകളുണ്ട്. ഇതെന്ത് കൊണ്ടും ഇങ്ങനെ തുടർ പ്രവൃത്തിയായിട്ട് തന്നെ പോകേണ്ടതുണ്ട്. എന്നാലാണ് നമ്മുടെ ജനങ്ങളിലേക്ക് ഈ കൃഷിയുടെ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ നമ്മുടെ പറഞ്ഞത് ഒരു പഴയന്നൂരുള്ളത് ആ പുഴയിലെ മാലിന്യത്തെ കുറിച്ചാണ്. ആ മാലിന്യം കയറിയിട്ടാണ് വെള്ളം വരുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത്രത്തോളം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ കൂടി കൃഷിയെ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഈ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൃഷിക്കാരും കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ നമ്മുടെ പഴയന്നൂർ മേഖലയ്ക്കും പഴയന്നൂർ ബ്ലോക്കിനും അത് അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ കിസാൻ മേളയും അതോടൊപ്പം തന്നെ ഒരു സെമിനാറുമാണ്. പ്രകൃതി കൃഷി, ഭാരതീയ പ്രകൃതി കൃഷി നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുമായിട്ടുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്നിവിടെ സെമിനാറിൽ മുഖ്യമായും സംസാരിക്കുന്നത്. ഈ ജൈവ കൃഷിയുടെ രംഗത്ത് ഇന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ 10 ക്ലസ്റ്ററുകളോളം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കാർഷിക രംഗത്ത് നമ്മൾ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ചു കാലങ്ങളായി ഈ രാസവളങ്ങളും അതുപോലെ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കത് അതിന്റെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് കൃഷി
പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറ്റം വന്നു ഈ അടുത്ത കാലത്തായിട്ട്. കുറെ പേരൊക്കെ തന്നെ പ്രകൃതി കൃഷിയെയും അതുപോലെ തന്നെ ജൈവ കൃഷിയിലേക്കൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. ചക്കയുടെ പറയൂ, എന്താ ചക്കയത്? താമരച്ചാണ് വരുന്നത്. ഇതൊരു തേങ്ങയുടെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, പച്ച ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിയാണ്, ധാരാളം നമുക്ക് ഉണ്ടാക്കും, പെട്ടെന്ന് കഴിക്കും. 2 വർഷത്തിൽ കഴിക്കും. 2 വർഷം കൊണ്ടല്ലേ? ഇവിടെ സീഡ് ഫാമിന്റെ പഴയന്നൂർ സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ സാധനങ്ങളാണ് കംപ്ലീറ്റ്. അരി, തവിട് കളയാത്ത അരി, 100% കണ്ടന്റോട് കൂടിയിട്ടുള്ള അരി, മഞ്ഞപ്പൊടി, പുട്ടുപൊടി, മറ്റേ അരിപ്പൊടി, ഉഴുന്ന്, കുരുമുളക്, വെളിച്ചെണ്ണ, തേന്, തെങ്ങും തയ്യൽ, കരിക്ക്, ചാമ്പ, സപ്പോട്ട, നാരകം, അങ്ങനെയുള്ള എല്ലാ തയ്യലും കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങൾ ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതെന്താണ് ഈ മറ്റേ ഏതാണ് റൈസ്? ഏതാ റൈസ്? മട്ടരി. എന്താ കളർ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിന് 50% തവിട് ഉണ്ടായതുകൊണ്ട് ഈ കളർ ഇരിക്കും. ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഈ കളർ ഒന്നും ഉണ്ടാവില്ല, കളർ മാറൂല്ലേ? അതൊരു